ഭാരതവും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നിർണായകമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ സുരക്ഷ മുൻനിർത്തി യുറേനിയം അയിര് ലഭ്യമാക്കാനുള്ള പ്രധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. 2030ഓടെ ഉഭയകക്ഷി വാണിജ്യം $50 ബില്യൺ ഉയർത്താനും ധാരണ. വാർഷിക പ്രതിരോധ ചർച്ചകൾ നടത്താനും തീരുമാനമായി. പുനരുപയോഗയോഗ്യമായ ഊർജ്ജോൽപാദനമാണ് ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തിലെ प्रधान एजेंडा। आज हमने इस विजन को नेक्स्ट लेवल पार्टनरशिप में ट्रांसफॉर्म करने पर चर्चा की। हमारा लक्ष्य है कि 2030 तक हमारा व्यापार $50 बिलियन तक पहुंचे। आर्थिक सहयोग का पूरा पोटेंशियल अनलॉक करना ये हमारी प्राथमिकता है। इसलिए हमने कॉम्प्रिहेंसिव इकोनॉमिक पार्टनरशिप एग्रीमेंट को जल्द ही फाइनलाइज करने का निर्णय लिया है। കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതവും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പുതിയ അധ്യായത്തിനാണല്ലോ തുടക്കമായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുതൽ ഉണ്ടാകുക? രോഹിണി, നിർണായകമായ ധാരണകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നത്. അതായത് മാർക്ക് കാർണിയുടെ സന്ദർശന വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണകളിൽ ഏറ്റവും ഗൗരവമേറിയതും ഏറ്റവും സുപ്രധാനമായ ധാരണ എന്ന് പറയുന്നത് യുറേനിയം ഓർ അല്ലെങ്കിൽ യുറേനിയത്തിൻ്റെ അസംസ്കൃത വസ്തുവായ അയിരുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ധാരണ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. യുറേനിയം നമുക്കറിയാവുന്നതാണ്. യുറേനിയം ഏറ്റവും നിർണായകമായ ഒരു ഇലക്ട്രോണിക് ഉൽപ്പാദനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകവും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുമാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ സംവിധാനങ്ങളുടെ ഭാഗവുമാണ്. അതുപോലെ തന്നെ 2030ഓടെ ഭാരതത്തിൻ്റെ ഉഭയകക്ഷി വാണിജ്യം $50 ബില്യൺ ഉയർത്താനുള്ളൊരു ധാരണയാണ് തയ്യാറായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കരണം ഉറപ്പാക്കാൻ, അതായത് സമഗ്രമായ സാമ്പത്തിക പരിഷ്കരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ചേർന്ന് നടപ്പാക്കാനുള്ള ഒരു ധാരണയുമുണ്ട്. പ്രതിരോധ ചർച്ചകൾ വർഷം തോറും നടത്താൻ, പ്രതിരോധ ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾ, അതായത് പല രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് അത് സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമാകാം, മിലിറ്ററിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ സൈനിക സുരക്ഷയുടെ ഭാഗമാകാം, അതുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് വിവരങ്ങളുടെ ഭാഗമാകാം. അതെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഡയലോഗ് എല്ലാ വർഷവും നടത്തുന്നതിനുള്ള ഒരു തീരുമാനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പുനരുപയോഗയോഗ്യമായ ഊർജ്ജോൽപാദനമാണ് ഏറ്റവും നിർണായകമായ ഫോക്കസായി കണക്കാക്കുന്നതെന്നും അദ്ദേഹം അറിയിക്കുന്നു. ഈ ചർച്ചയിലൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര രംഗങ്ങളിലുള്ള നിലപാടുകളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു കമൻറ്റ് കൂടി ഇവരുടെ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നു. അതായത് ജസ്റ്റിൻ ട്രൂഡോയുടെ കാലം കഴിഞ്ഞു, ഇനി പുതുയുഗം എന്നൊരു നിലപാടാണ്. അത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. ഖാലിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്ന ഒരു നീക്കം ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഭാരതം ശക്തമായ നടപടികളും സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും ഖാലിസ്ഥാനെ ഇനി പിന്തുണ കാനഡയിൽ നിന്ന് ലഭ്യമാകുന്നത് സംബന്ധിച്ച ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ധാരണകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഭീകരതയിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നതിനും വലിയൊരു കൺസേണായി ഇരു നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ചർച്ചയുടെ മുന്നോടിയായി 5 മാസത്തിനിടെ രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വസ്തുതയും മാർക്ക് കാർണി ഈ ചർച്ചയുടെ ഇടയിൽ അറിയിക്കുകയും ചെയ്തു. 8 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു കാനഡിയൻ പ്രധാനമന്ത്രി ഭാരതം സന്ദർശിക്കുന്നത്. പുതിയ കാലഘട്ടത്തിലാണ് ഭാരതവും കാനഡയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഉള്ളതെന്നും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അതാണ് ഏറ്റവും നിർണായകമായ ഒരു വിഷയം. ഭാരതം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന നേട്ടം സാമ്പത്തിക രംഗത്തെ വളർച്ചയാണ്. ആ സാമ്പത്തിക രംഗത്തെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രത്യേകം അഭിനന്ദിക്കാനും കാർണി മറന്നില്ല. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ 20 ലക്ഷം ഭാരത വംശജർ ഉൾക്കൊള്ളുന്ന കനേഡിയൻ പൗരന്മാർ ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. രോഹിണി, ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.